നമ്മുടെ ഷാനവാസ് തിരിച്ചെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വന്ന പ്രമോല് തന്നെ എല്ലാവരും ഷാനവാസിന്റെ കണ്ണിന്റെ ആ ഭാഗമൊക്കെ കണ്ടിട്ട് ഷാനവാസ് തിരിച്ചെത്തി എന്നുള്ളത് മനസ്സിലാക്കിയതാണ്. പക്ഷേ പുതിയ പ്രമോല് ഷാനവാസിന്റെ അടുത്ത് ലാലേട്ടൻ ക്യാപ്റ്റന്മാരെ കുറിച്ച് ചോദിക്കുന്നതുണ്ട്. വളരെ മോശം ക്യാപ്റ്റന്മാരായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസിന്റെ പുതിയ പ്രമോ എത്തിയിട്ടുണ്ട്. ഷാനവാസ് തിരിച്ചെത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, പുറത്ത് ഷാനവാസിനെതിരെ നടന്നത് അതുപോലെയുള്ള മോശമായിട്ടുള്ള ഒരു അറ്റാക്കിംഗ് ആണ് ഷാനവാസിന് എതിരെ പുറത്ത് നടന്നത്. അകത്ത് നടന്നാൽ നമുക്കറിയാം ആ 3 പേര് മാത്രമാണ് ഷാനവാസ് ഡ്രാമ ആക്ടിങ് എന്നൊക്കെ പറഞ്ഞ് ഷാനവാസിനെ എന്താ പറയാ അത്രയും മോശമായിട്ട് അവിടെ പറഞ്ഞത്. എന്നിട്ട് പിന്നെ ലാലേട്ടന്റെ മുന്നിൽ വെച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു 1 മിനിറ്റ്, അതായത് വെറും 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സത്യം മനസ്സിലായില്ല ലാലേട്ടാ, ഷാനവാസ് ആക്ട് ചെയ്യുന്നതല്ല, ആൾക്ക് വയ്യാഞ്ഞാട്ടാണ് എന്നുള്ളത് 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മനസ്സിലായിന്ന്. നല്ല നമ്മൾ കണ്ടത് ലാലേട്ടൻ ഇന്നലെ പറഞ്ഞ പോലെ 8 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ബോധം വന്നത് ഷാനവാസിനെ വയ്യ എന്നുള്ളത്. ലാലേട്ടൻ ഇന്നലെ പറഞ്ഞു 8 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കൺഫെഷൻ റൂമിൽ എത്തിച്ചേർന്ന്. അപ്പൊ ആ 8 മിനിറ്റിന്റെ ഇടയിലാണ് അവർക്ക് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായത്. അയ്യോ, ഇനി എങ്ങാനും വയ്യായിക സീരിയസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഡ്രാമയാണെന്ന് പറയുന്നത് ശരിയല്ലല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടായിട്ട് ആര്യനും അക്ബറും കൂടി അവിടേക്ക് ചെല്ലുന്നത്. അപ്പോഴും നമ്മുടെ നവീൻ ചെന്നിട്ടില്ല കേട്ടോ, അത് വേറെ ഒരു കാര്യം. എന്തായാലും ഇപ്പോൾ പുതിയ പ്രമോല് ഇവരുടെ ക്യാപ്റ്റൻസിയെ കുറിച്ച് ചോദിക്കുന്നതിനുള്ള സമയത്ത് ഷാനവാസിനെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ആൾക്ക് യാതൊരു കുഴപ്പമില്ലാതെ തിരിച്ചെത്തിയല്ലോ എന്നുള്ളത്. പുറത്ത് ഒരുപാട് പേര് അദ്ദേഹത്തിന് അറ്റാക്കാണ്, അദ്ദേഹം ഡ്രാമയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് അറ്റാക്കിങ് നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം മാറി അദ്ദേഹത്തിന് തിരിച്ചെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. കാരണം അവിടുത്തെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികൾ ഒരാളാണ് ഷാനവാസ്. എനിക്ക് തോന്നുന്നു ടോപ്പ് 3യിൽ വരാനായിട്ട് സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയാണ് ഷാനവാസ്. പക്ഷെ വിന്നർ ആവോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷേ ആ വീട്ടിലെ ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ നൽകിയിട്ടുള്ള 3 മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് അനുമോള്, അനീഷ്, ഷാനവാസ് ആണ്. അവരെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഷാനവാസ് തിരിച്ചു വരേണ്ടത് വളരെയധികം ആവശ്യമുള്ള കാര്യമായിരുന്നു. ഇനി നമ്മുടെ ക്യാപ്റ്റന്മാരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 പാഴ്മരങ്ങളായിട്ടുള്ള ക്യാപ്റ്റന്മാരെന്ന് ആതിര പറഞ്ഞിരുന്നു. വളരെ കറക്റ്റ് ആയിട്ടുള്ള ഡയലോഗ്. അനുമോള് പറയുന്നുണ്ട് ഞാൻ ക്യാപ്റ്റന്മാരായിട്ടേ കണ്ടിട്ടില്ല എന്ന്. അത് അനുമോളുടെ ഇഷ്ടം. പക്ഷേ ഇവിടെ എനിക്ക് തോന്നിയത് 3 പാഴ്മരങ്ങൾ സത്യമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ മരങ്ങളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരങ്ങളാണ്, അതായത് ക്യാപ്റ്റന്മാരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപ്റ്റന്മാരാണ്. പക്ഷേ 3 പാഴ്മരങ്ങൾ തന്നെയായിരുന്നു. 3 ഡിപ്പാർട്ട്മെന്റ് ആണ് വീടിനുള്ളിലുള്ളത്. ആ 3 ഡിപ്പാർട്ട്മെന്റ് ഓരോരുത്തരെടുത്ത് ഭരിച്ചിരുന്നുണ്ടെങ്കിൽ അവിടെ നല്ലൊരു ഗെയിം അവർക്ക് കളിക്കാനായിട്ട് പറ്റുമായിരുന്നു. 3 ഡിപ്പാർട്ട്മെന്റ് അവർ ഭരിക്കുന്ന സമയത്ത് 3 പേർക്ക് 3 വശത്തേക്ക് തിരിഞ്ഞ് മറ്റുള്ളവരെ ഭരിച്ച് അവരെ കൊണ്ട് പണിയെടുപ്പിക്കാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് അവർക്ക് കഴിയുമായിരുന്നു. പക്ഷെ 3 പേരും കൂടിയിട്ട് അനുമോൾക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അവിടെ കിച്ചണിലേക്ക് കയറുന്നു. അനുമോളെ കിച്ചണിലേക്ക് കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആരും കിച്ചണിൽ കയറരുതെന്ന് ഒരു റൂളും വെക്കുന്നു. എന്നിട്ട് അനുമോൾക്ക് പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് ഒരു കൊട്ടയ്ക്ക് കൊണ്ടിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും. എന്നാൽ ഇവർക്ക് കുക്ക് ചെയ്യാൻ നേരത്തിന് പറ്റുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അല്ലറ ചില്ലറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ലാത്ത പ്രശ്നങ്ങളായിരുന്നു ഈ ആഴ്ച അവിടെ നടന്നത്. കൂട്ടത്തിൽ മറ്റുള്ളവരും പുണ്യാളന്മാരൊന്നല്ല കേട്ടോ, അവരും വിട്ടുകൊടുത്തിട്ടില്ല. എനിക്ക് പിന്നൊരു എന്താ പറയാ ഭയങ്കര അതിശയോക്തിയായി തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ, നമ്മുടെ സാബുമൻ പറയാണ് അയ്യോ വളരെ മോശം ക്യാപ്റ്റൻസി ആയിരുന്നു ലാലേട്ട എന്ന്. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് വളരെ നിഷ്പക്ഷ നിലപാടുകളുമായി അവിടെ സാബുമേൻ നിൽക്കുന്ന കണ്ടു. ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാനായിട്ട് ഈ സാബുമേനെ സാധിച്ചില്ല. അപ്പോഴാണ് ഞാൻ മറ്റൊരു സത്യം മനസ്സിലാക്കിയത്, സാബുമേനുള്ളത് ഒരു ബസ് സ്റ്റാൻഡാണ് എന്നുള്ളത് ഞാൻ ഇന്നലെയാണ് മനസ്സിലാക്കിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ നെവിനെ കുറിച്ച് ചോദിക്കുമ്പോഴും ഓരോ വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴും അവിടെ നിഷ്പക്ഷമായിട്ട് അവിടെയല്ല ഇവിടെ ഇല്ലാത്ത രീതിയിൽ സാബുവിൻ്റെ ഡയലോഗുകൾ ഉണ്ടായിരുന്നു. എന്തിനാണ് എൻ്റെ പൊന്നോ ഈ ഇതിൻ്റെ ഉള്ളിൽ നിർത്തിയിരിക്കുന്നത് എന്ന് തോന്നി. ഇപ്പോൾ ടോപ്പ് 8ലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് ഈ ആഴ്ച ഇനിയിപ്പോൾ മണി ബോക്സും പിന്നെ ഒരു ആളെയും കൂടി ഔട്ട് ആക്കുണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ പിന്നെ ടോപ്പ് 6 ആയിരിക്കും ലാസ്റ്റ് വീക്കിലേക്ക് വരുന്നുണ്ടായിരിക്കും. പിന്നെ ഒരു മിഡിൽ വീക്ക് എഡിഷൻ, ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ആഴ്ച പുറത്ത് പോണേ ഈശ്വര ഈ പറയുന്ന സാബുമേൻ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആ വീട്ടിൽ നിൽക്കാനായിട്ട് ഒരു യോഗ്യതയില്ലാത്തൊരു മത്സരാർത്ഥി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് സാബു ആണെന്ന്. കാരണം ഇപ്പൊ അക്ബറും നെവിനും ആര്യനും ഒക്കെ എനിക്ക് കലിപ്പും ദേഷ്യവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവർ പലപ്പോഴും ഗെയിമായി കാണാനും അതുപോലെ തന്നെ ഗെയിം കളിക്കാനും തയ്യാറായിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു ടാസ്കിന്റെ ഭാഗമോ അല്ലെങ്കിൽ ഗെയിമിന്റെ ഭാഗമോ ഒക്കെ നടന്ന സംഭവങ്ങളാണ്. പക്ഷെ ഇതിലൊന്നിലും ഉൾപ്പെടാതെ ലാലേട്ടൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇളിച്ചുകൊണ്ട് 2 ഡയലോഗ്. അത് പിന്നെ ലാലേട്ട അത് നെവിൻ എന്നെ അങ്ങനെ പ്രൊവോക്ക് ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ പ്രൊവോക്ക് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള 2 ഡയലോഗ് കാച്ചൻ. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ്റെ അടുത്ത് പോലും മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല. എന്തിനാണ് ബിഗ് ബോസ് ഇതിനെയൊക്കെ സെലക്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല. പിന്നെ എങ്ങനെയോ വന്ന് കയറി പറ്റിയിട്ട് ഒരു യോഗ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും
സ്ട്രോങ് മത്സരാർത്ഥികൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അവർക്കൊന്നുമില്ലാത്ത ഒരു യോഗ്യതയുമില്ലാത്ത ഒരാൾ അവിടെ നിൽക്കുന്ന കാണുന്ന സമയത്ത് എനിക്ക് എന്തോ വല്ലാത്തൊരു അസ്വസ്ഥതയാണ് എനിക്ക് തോന്നുന്നത്. ഇനിയെങ്കിലും ഈ ആഴ്ചയെങ്കിലും മറ്റൊരാളെ പുറത്താക്കാൻ എന്ന് പറഞ്ഞിട്ട് ആരും സാബുവിനെ ഒന്നും കയറി വോട്ട് ചെയ്യരുത്. ആ സാബുവിനെ ടോപ്പ് 6 എത്താൻ, ലാസ്റ്റ് വീക്കിലേക്ക് എത്താനായിട്ട് ഒരു യോഗ്യതയില്ലാത്ത മത്സരാർത്ഥിയാണ്. ഇപ്പോൾ അക്ബർ വന്നാലും നെവിൻ വന്നാലും അവർക്കൊക്കെ യോഗ്യതയുണ്ടെന്ന് ഞാൻ പറയും. അവരിൽ നെഗറ്റീവ്സ് ഉണ്ടായിരിക്കാം, പക്ഷെ അവർക്കൊക്കെ യോഗ്യതയുണ്ട് അവിടേക്ക് എത്താനായിട്ട്. പക്ഷെ ഒരു യോഗ്യതയും ഈ സാബു എന്ന് പറയുന്ന ഈ കക്ഷിക്ക് ഇല്ല മക്കളെ, ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ആദില, നൂറ ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലിപ്പോൾ ആദില പണപ്പെട്ടി എടുത്തിട്ട് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ആണ് ഞാൻ കാണുന്നത്. ഈ വീക്ക് എന്തായാലും മണി ബോക്സ് വരുന്നുണ്ടായിരിക്കും. ആദില പണപ്പെട്ടിയും കൊണ്ട് പോവും. അങ്ങനെ ഫിനാലെ വീക്കിലേക്ക് നൂറ കയറുന്നതായിരിക്കും. നൂറ ഓൾറെഡി കയറിയല്ലോ, അപ്പം പിന്നെ നൂറ പണപ്പെട്ടി എടുത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളത് കൊണ്ട് ആദില പണപ്പെട്ടി എടുത്ത് പുറത്ത് പോയി നൂറ അങ്ങനെ ഫിനാലെ ടോപ്പ് 6 എത്തുന്നതായിരിക്കും. പിന്നെ നമ്മുടെ നെവീനെ ലാലേട്ടൻ കൊടുത്ത ശിക്ഷ, എൻ്റെ പൊന്നു വലിയൊരു ശിക്ഷയാണ് നെവീനെ കൊടുത്തത്. ശിക്ഷ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകുന്ന വലിയൊരു ശിക്ഷ നെവീനെ കിട്ടിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയത് അത് ശിക്ഷയല്ല, അത് നെവീന് കൊടുത്ത ഒരു എന്താ പറയാ മറ്റൊരു കൺസിഡറേഷൻ. അല്ലാന്നുണ്ടെങ്കിൽ നെവീനെ ടോപ്പ് 6 എത്തിക്കാൻ, ലാസ്റ്റ് വീക്കിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്ലാനിങ്, അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. എന്താ കാര്യം എന്നല്ല, നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടു നോക്ക്, അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും നെവീന് കൊടുത്ത ശിക്ഷ എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നെവീൻ എന്തായാലും പണപ്പെട്ടി എടുക്കില്ല. അപ്പോൾ പിന്നെ ആദിലയും പണപ്പെട്ടി എടുത്ത് പോകാനുള്ള ചാൻസ് അവിടെ കാണുന്നുള്ളൂ. വേറെ ആർക്കും പണപ്പെട്ടിയോട് അവിടെ താല്പര്യമുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ആദില അങ്ങനെ പണപ്പെട്ടിയുമായി പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ആഴ്ച ഒരാൾ പുറത്തു പോകണമല്ലോ. ഒരാഴ്ച പണപ്പെട്ടി കഴിഞ്ഞ് പിന്നത്തെ ഞായറാഴ്ച വരുന്ന സമയത്ത് വീക്കെൻഡ് എപ്പിസോഡിൽ ഒരാൾ പുറത്തു പോകണമല്ലോ. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് സാബുവിനെ ഒന്ന് പുറത്താക്കുക എന്നുള്ളത്. പിന്നെ നമ്മുടെ ടോപ്പ് 6 എന്ന് പറയുന്നത് അനുമോള്, അനീഷ്, ഷാനവാസ്, അക്ബർ, നെവിൻ, പിന്നെ നമ്മുടെ ഫിനാലെ വീക്കിലേക്ക് കടന്നെത്തിയ നൂറ. അപ്പൊ ഈ 6 പേര് വരണം എന്നാണ് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പറയും നെവിനെ പുറത്താക്കണം, നെവിൻ വരണ്ട എന്നൊക്കെ പറയും. പക്ഷേ അതൊരു നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്, നെവിൻ വരണം, നെവിനും അക്ബറും വരണം. കാരണം ഞാനത് മുഴുവൻ വിശദീകരിച്ച് പറയുന്നില്ല, നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക്. പുറത്ത് നിൽക്കുന്ന മത്സരാർത്ഥികൾ, ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ഏതവന്മാരും സപ്പോർട്ട് ചെയ്യുന്നത് 3 പേരെയായിരുന്നു, അക്ബർ, നെവിൻ, ആര്യൻ. അതിലാരും പുറത്തുപോയി. ഇനി ഈ 2 മത്സരാർത്ഥികളുണ്ട്. 2 പേരവിടെ നിൽക്കുന്നതല്ലേ അതിന്റെ ബുദ്ധി എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ ഈ 2 പേരും ടോപ്പ് 6 വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. മിഡ് വീക്ക് എവിക്ഷനിൽ ഇനിയിപ്പോ നെവിനോ ഈ പറയുന്ന നോറയോ അക്ബറോ ഇനിയിപ്പോ ഷാനവാസോ ആരെങ്കിലും പോവാം, അത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അനുമോളും അനീഷും പോവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർ 2 പേരായിരിക്കും ടോപ്പ് 2 എന്ന് ഞാൻ കരുതുന്നു. ഇതിൽ ആർക്ക് കിട്ടുന്നൊന്നും എനിക്ക് ഉറപ്പുള്ള കാര്യമല്ല, എൻ്റെ ഒരു കണക്കൂട്ടൽ മാത്രമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഷാനവാസ് എടുത്താലും ഈ അനുമോൾ എടുത്താലും അനീഷ് എടുത്താലും ഒക്കെ സന്തോഷം നല്ല കാര്യമാണ്. കാരണം ഉള്ളതിൽ ഭേദം, തമ്മിൽ ഭേദം തൊമ്മൻ എന്നല്ലേ പറയുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവരിൽ ആരെടുത്താലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു തോന്നലാണ് ഉള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ഫസ്റ്റ് ഡേ കണ്ട സമയത്ത് ഭയങ്കര നിരാശയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ലാലേട്ടൻ വെറുതെ തലോടാൻ വേണ്ടിയിട്ട് നെവിൻ്റെ അടുത്ത് വന്നു, പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ അടുത്ത് നമ്മളടുത്ത് ഒരു പ്രഹസനം, അതിന് വേണ്ടിയിട്ട് നെവിൻ്റെ അടുത്ത് എന്തൊക്കെയോ ചോദിക്കുന്നു എന്ന് വരുത്തി തീർത്ത് എന്തൊക്കെയോ ചോദിച്ചു, എന്തൊക്കെയോ പറഞ്ഞു. എന്നിട്ട് അവർക്ക് അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം കൊടുത്തിട്ട് അവരുടെ ഭാഗങ്ങൾ അവർ ക്ലിയർ ചെയ്യുന്നു. അപ്പൊ മറ്റുള്ളവരെയും മോശം, അനുവിനെ കുറിച്ച് കുറേ മോശമായിട്ട് പറയുന്നു, ഷാനവാസിനെ കുറിച്ച് കുറേ മോശമായി പറയുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് പോലെയാണ് എനിക്കത് തോന്നിയത്. അങ്ങനെ തോന്നിയുള്ളൂ. ഇനിയിപ്പോൾ എൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല, എനിക്ക് അങ്ങനെ തോന്നിയുള്ളൂ ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡൊക്കെ കണ്ട സമയത്ത്. പിന്നെ എന്തിനാ ലാലേട്ടൻ്റെ ഒരു ചോദ്യമുണ്ട്, അക്ബർ ഉണ്ടായിട്ടാണ് ഇത് ഇവിടെ നടന്നത്, അക്ബർ ഉണ്ടായിട്ടാണ് ഇവിടെ നടന്നത്, ഇതാണ് ചോദ്യം. അതായത് അക്ബറാണ് ആ വീടിന്റെ നാഥൻ. അപ്പൊ ബിഗ് ബോസ് വീടിന്റെ നാഥൻ അക്ബർ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നിയത്. ഇപ്പോ നമ്മുടെ പ്രമൂല് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ലാലേട്ടൻ അവിടെ ചോദിക്കുന്നുണ്ട്, എൻ്റെ ഒരു പ്രത്യേക കൺസിഡറേഷൻ, എൻ്റെ ഒരു പ്രത്യേക ഇത് വെച്ചിട്ടാണ് നിങ്ങൾ 3 പേരെയും ക്യാപ്റ്റന്മാരാക്കിയത് എന്ന് ലാലേട്ടൻ പ്രമൂല് തന്നെ പറയുന്നുണ്ട്. അപ്പൊ മനസ്സിലായല്ലോ ലാലേട്ടൻ ആ 3 പേരോടുള്ള പ്രത്യേകത എന്താണെന്ന്. അതുകൊണ്ടാണല്ലോ 3 പേരെയും പിടിച്ച് ക്യാപ്റ്റൻ ആക്കിയത്. ഇനി ഇതിൽ പരം തെളിവൊന്നും ആരും ചോദിച്ചിട്ട് വരേണ്ട. കാരണം ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് നിങ്ങളെ 3 പേരെയും ക്യാപ്റ്റന്മാരാക്കിയത്. അപ്പൊ ഈ 3 പേരോടും ലാലേട്ടന് പ്രത്യേക താല്പര്യമുണ്ടെന്ന് ഇതിൽ പരം തെളിവ് ആവശ്യമില്ല മക്കളെ. അപ്പോ എന്തായാലും ഇന്നിപ്പോ അവിടെ ഷാനവാസ് വന്നതുകൊണ്ട് തന്നെ എന്തൊക്കെയോ കുറച്ച് കണ്ടന്റുകൾ നമുക്ക് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇന്നലെ ഭയങ്കര ബോറിംഗ് എപ്പിസോഡായിരുന്നു. കാര്യമായിട്ട് നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് ഇന്നലെ ഇരുന്നെങ്കിൽ ഒരു ചുക്കും നടന്നില്ല. ഇന്നിപ്പോ ഷാനവാസ് വരുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഷാനവാസിൻ്റെതായ സീനുകളും കാര്യങ്ങളും ഒക്കെ കാണാനായിട്ട് വെയിറ്റിംഗ് ആണ്. പിന്നെ നമ്മുടെ ആര്യൻ കൊച്ച് ആ പടിയിറങ്ങുന്നത്, ആര്യൻ അവിടെ നിൽക്കാനായിട്ട് യോഗ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട്
വെറുപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പീക്ക് ലെവലിൽ വെറുപ്പിച്ചു ആര്യൻ. അതുകൊണ്ട് തന്നെയാണ് ആര്യനെ ഈ വീക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നത്. പിന്നെ നെവിന്റെ മറ്റൊരു സ്ട്രാറ്റജി ഇവിടെ വിജയിച്ചത് കൊണ്ടാണ് നെവിൻ അവിടെ നിൽക്കുന്നത് കേട്ടോ. നെവിൻ അവിടെ അനുമോളെ പ്രൊവോക്ക് ചെയ്യാണ്, മാക്സിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പ്രൊവോക്ക് ചെയ്യാണ്. അപ്പോൾ അനുമോൾക്ക് എതിരെ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നെവിൻ അവിടെ നിൽക്കുന്നത്. തീർച്ചയായും, കാരണം അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അനുമോളെ എതിർക്കുന്ന വലിയൊരു വിഭാഗം ആൾക്കാരുണ്ട്. അവരുടെ മുഴുവൻ വോട്ടുകളും അത് നെവിനിലേക്ക് വരുന്നുണ്ട്. പിന്നെ പുറത്തിറങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക മത്സരാർത്ഥികളും നെവിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഇട്ടിരുന്നു. ആ പല കാരണങ്ങൾ കൊണ്ടാണ് നെവിൻ ഇപ്പൊ അവിടെ പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ ഇതിന്റെ ഇടയിൽ മുങ്ങിപ്പോയ ഒരു വ്യക്തിയാണ് ആര്യൻ. അവിടെ ഷാനവാസൊക്കെ വീണ സമയത്ത് കളിയാക്കി ചിരിക്കുകയും പിന്നെ ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ അടിത്തറ പാകുന്ന വ്യക്തി ആര്യനാണ്. എന്നിട്ട് ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ട തെറ്റാണ് ലാലേട്ട, എനിക്കത് മനസ്സിലായി ലാലേട്ട, ഞാനത് അപ്പൊ പറഞ്ഞു ലാലേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്റെ ഒരു ഡയലോഗുണ്ട്. അതായത് ഒന്നിലും ഞാൻ പെട്ടിട്ടില്ല, ഞാൻ പാവാണെന്ന്. അതായത് കണ്ണടച്ച് പാല് കുടിക്കാന്ന് പറയില്ലേ, പൂച്ച കണ്ണടച്ച് പാല് കുടിച്ച് കഴിഞ്ഞാൽ ആരും കാണില്ല എന്ന് വിചാരിക്കില്ലേ, അതുപോലെയാണ് ആര്യന്റെ കാര്യം. അവൻ എല്ലാം ചെയ്തു വെച്ചിട്ട് അവനൊന്നും അറിഞ്ഞില്ല എന്നുള്ള മട്ടിൽ അവന്റെ ഇരിപ്പ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ അവനെ പെട്ടി പാക്ക് ചെയ്ത് പുറത്തേക്ക് പോകേണ്ടി വന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. ഇനി കൂടുതൽ എന്തെങ്കിലും ഞാൻ പറയണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യുക.